പോവുകയാണ്. നമുക്ക് അടുത്തതായി ഈ ട്രെയിനിൽ അടുത്ത ബോഗി നമുക്ക് പോകേണ്ടത് അൻവറിന്റെ ബോഗിയിലേക്കാണ്. അൻവർ ഇത്തവണ കയറിയിരിക്കുന്നത് ഇടത് സർക്കാരിന്റെ ഒപ്പമുണ്ടായിരുന്ന ആ ബോഗിയിൽ നിന്ന് മാറിയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിൻ എങ്ങോട്ടേക്കാണ് പോവുക, ഈ ട്രെയിനിന്റെ ഒരു വിജയ സാധ്യത എത്രത്തോളമാണ് എന്നതൊക്കെ നമുക്ക് നോക്കണം. PV അൻവറിന്റെ ബോഗിയിൽ കൂടെയുള്ളത് അഷ്കർ അലി കരിമ്പയാണ്. അഷ്കർ അലി കരിമ്പ ഇതാ എത്തുകയാണ്. ഗുഡ് ഈവനിങ് അഷ്കർ അലി കരിമ്പ. എം സ്വരാജിന്റെ ബോഗി പോയി കഴിഞ്ഞിരിക്കുന്നു, ആര്യടൻ ഷൗക്കത്തും പോയി കഴിഞ്ഞിരിക്കുന്നു. PV അൻവർ ഇത്തവണ ഒറ്റയ്ക്കൊരു ബോഗിയിലാണ്. അതൊരു വിപുലമായ മുന്നണി രൂപീകരിച്ചുകൊണ്ടാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം എങ്ങനെ പോകുന്നു അൻവറിന്റെ പ്രചാരണം? സുജയ, തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ താൻ മുന്നോട്ട് പോകുന്നു എന്നാണ് PV അൻവറും ക്യാമ്പും ഒക്കെ തന്നെ പറയുന്നത്. ശക്തിപ്രകടനം മാത്രമല്ല, വിജയിക്കാൻ വേണ്ടിയുള്ള മത്സരം എന്നാണ് PV അൻവറുടെ കൂട്ടരുടെയും അവകാശവാദം. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ 19-ന് ജനങ്ങൾ വിധി എഴുതുമെന്നതാണ് ഏറ്റവും പ്രധാനം. വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പല വിധങ്ങൾ ആ ഭാഗത്തു നിന്നുള്ള ആളുകളുടെയൊക്കെ പിന്തുണ ലഭിക്കുന്നുണ്ട്. അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അവർ തീർച്ചയായും പറഞ്ഞു വെക്കുന്ന കാര്യം. പല ആളുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കേഡർ സ്വഭാവത്തിലുള്ള അംഗങ്ങളും അണികളുമായതുകൊണ്ട് അവർക്ക് പരസ്യമായി PV അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയാൽ വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് അൻവറിനായിരിക്കും. അതുകൊണ്ട് ശക്തമായ അടിയൊഴുക്കുണ്ടാവും. വലിയ വോട്ട് വിഹിതം തന്നെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ തന്നെ PV അൻവർ ക്യാമ്പ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ പോലും വേറിട്ട ചില നിലപാടുകൾ PV അൻവർ സ്വീകരിക്കുകയും ചെയ്തു. പാർട്ടി പ്രതിനിധികൾക്കോ നേതാക്കൾക്കൊക്കെ പകരം ഒരു കർഷക തൊഴിലാളിയായിട്ടുള്ള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും അതിനോടൊപ്പം ഒരു വഴിയോര കച്ചവടക്കാരും, അങ്ങനെ താൻ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങൾ ഇവരൊക്കെയാണ്, താഴെത്തട്ടിലുള്ള മനുഷ്യരാണ് എന്നാണ് PV അൻവർ പറയുന്നത്. അവരുടെ പ്രതിനിധികളായി ഓരോ ആളുകളെ പരിഗണിച്ച് അങ്ങനെ 3 ആളുകളെ കൂടെ കൂട്ടിയാണ് PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും തഹസിൽദാർ ഓഫീസിലേക്ക് എത്തിയത്. അങ്ങനെ ആ വിഭാഗങ്ങളൊക്കെ തന്നെ ഇനി PV അൻവർ കൂടെ വോട്ടായി കൂടി എത്തുമോ എന്നുള്ളതാണ്. അതാണ് കൂടെയുള്ള ആളുകൾ, അവർ സമാഹരിക്കുന്ന വോട്ടുകൾ, അൻവറിനൊപ്പം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഒപ്പം നിന്ന വോട്ടുകൾ, അത് LDF ക്യാമ്പിൽ നിന്ന് കൂടി വന്ന വോട്ടാണ്. അതുകൊണ്ട് അൻവറിന്റെ ഈ ബോഗിയിൽ എത്ര പേർ കയറും? അത് 25,000 വരെയൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജയത്തിനൊപ്പം നിൽക്കുന്ന ഒരു വോട്ട് സമാഹരണമായി അൻവറിന് മാറും. എന്നാൽ അത്രയധികം വോട്ട് അൻവർ പിടിക്കുമോ, അൻവറിന്റെ ബോഗിയിലേക്ക് അത്രയും പേർ കയറുമോ എന്നുള്ളതാണ് നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നോക്കിക്കാണുന്നത്.